ചേട്ടന് ഇഷ്ടമുള്ള പോലെ കുഞ്ഞു മീൻ വെച്ച് തന്നെ ഞാൻ ഇന്നും ഇവിടെ ചെയ്തേക്കുന്നത്. കൊഞ്ചാ ചെയ്തേക്കുന്നത്. അത് ചുരുണ്ടുപോയല്ലോ. കൊഞ്ച് ചുരുണ്ടുപോയി. ചേച്ചി കൊഞ്ച് വെന്താ പിന്നെ എങ്ങനെ ഇരിക്കും ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് എന്നോട് ചോദിച്ചല്ലോ. ഈ കൊഞ്ച് വെന്ത എങ്ങനെ ഇരിക്കും? ചിലപ്പോ ഈ പടത്തിലൊക്കെ തന്നെ കാണും ഇങ്ങനെ മീശയും താടിയൊക്കെ ഇട്ട് ഇങ്ങനെ. ലോബ്സ്റ്റേഴ്സ് ഇത് കുഞ്ഞു കൊഞ്ചാന്നേ. അതാ ചിലരെ കാണുമ്പോഴത്തേ ഇത് കൊഞ്ചു പോലെ അങ്ങ് ചുരുണ്ടുപോയല്ലോ എന്ന് പറയുന്നു. അത് ഇത് ഉദ്ദേശിച്ചിട്ടല്ലേ കൊഞ്ച് ഇങ്ങനെ ചുരുണ്ടു പോകുന്നോണ്ടായിരിക്കും. ചേട്ടാ, ചേട്ടന്റെ പേരെങ്ങനെ ഇന്ദ്രൻസ് ആയി? തയ്യക്കടയ്ക്ക് രണ്ട് മൂന്ന് തയ്യക്കട നടത്തിയിട്ടുണ്ടേ. അപ്പോൾ ആദ്യത്തെ 1-2 പൊളിഞ്ഞു പോയി. അപ്പോൾ ഇനി അത് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് വെച്ചൊരു 3ാമത്തെ കടയ്ക്കിട്ട പേരാ ഇന്ദ്രൻസൻ. അന്ന് ജയനും അളിയനൊക്കെ കൂടെ ഉണ്ട്. അളിയനൊക്കെ അന്ന് ബോർഡ് എടുത്തൊക്കെ ആയിരുന്നു ആളാണ് ആ പേര് എഴുതിയതും ഒക്കെ കണ്ടുപിടിച്ചത്. ഇപ്പോഴും ആള് തന്നെ കൂടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു പത്മരാജ സാറിൻ്റെ അതൊരു പടം ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള പടത്തിലൊക്കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു ടൈറ്റിൽ. ഊഹ കച്ചവടത്തിനൊക്കെ അങ്ങനെ. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പം കൊളോണിയ സാബു സാറിന് ഡിസൈൻ ചെയ്യാനൊക്കെ വന്ന സമയത്താണ്. അപ്പോൾ സാബുവിൻ്റെ അടുത്ത് പറഞ്ഞെന്നാൽ മാറ്റിക്കോളൂ. സാറിൻ്റെ അടുത്ത് പറഞ്ഞു സുരേന്ദ്രൻ എന്നുള്ള ഇന്ദ്രൻസ് എന്ന് ഇട്ടോട്ടെ. അപ്പം കടയുടെ പേരാ. ഈ സാറ് പപ്പൻ സാർ എങ്ങനെ കണ്ടുപിടിച്ചു ചേട്ടനെ? സാറ് കണ്ടുപിടിക്കാൻ കുറെ പാട് വിട്ട് കാണും. സുരേഷ് ഉണ്ണിത്താൻ. അല്ല, എങ്ങനെ ചേട്ടനെ കണ്ടുമുട്ടിയതൊക്കെ? എങ്ങനെ തുണി തയ്ക്കാൻ കൊണ്ടുവന്നിട്ടാണോ? അല്ലല്ല, ഞാൻ ആള് സുരേഷ് ഉണ്ണിത്താനൊക്കെ ഉള്ള മറ്റേ വെളിയൻ ചന്ദ്രൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ പടത്തിലേക്കേ ഈ ജോസ് കല്ലനൊക്കെ ചെയ്ത പടം തിലക ഉണ്ണിച്ചേട്ട അസോസിയേറ്റൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ലക്ഷ്മണൻ്റെ കൂടെ അസിസ്റ്റൻ്റ് കോസ്റ്റ്യൂമറൊക്കെ ആയിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻ്റ് ചെയ്യുമ്പോഴൊക്കെ കുറേ പടം ചെയ്യുമ്പോൾ ഉണ്ണിച്ചേട്ടൻ അറിയാം. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതാണ് സാറിൻ്റെ അടുത്ത്. സാറിൻ്റെ പടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടിനൊക്കെ ഉള്ള ആൾക്കാരല്ല, അന്ന് കൂടുതൽ അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് സ്ഥലത്ത് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ലത്തീവ് കേക്ക് ആയിരുന്നു കൺട്രോളർ. അങ്ങനെ വിളിച്ചു പോയതാ. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ മതിയാക്കി മര്യാദയ്ക്ക് കടയിട്ട് ഒതുങ്ങിയതാ. പോവാൻ പേടിയായിരുന്നു. മതി, ഇനി അങ്ങനെ പോയാൽ പിന്നെ ഇങ്ങനെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആദ്യമൊക്കെ എന്നാ ചേട്ടാ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞ് തയ്യൽ പഠിച്ചു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു അറിവ് കേടുണ്ട്. ഈ കോസ്റ്റ്യൂമിന് അതിനു വേണ്ടി പ്രത്യേക തയ്യക്കാർ മദ്രാസിലാണല്ലോ അതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. നമുക്കാണെങ്കിൽ അവിടെ പോയി പരിചയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രാദേശിക പടങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ എടുത്തു പറയാമെന്ന് ആ സമ്മേളനം, പ്രിൻസിപ്പൽ ഒളിവിൽ, പിന്നെ പിറവിയൊക്കെയാണ്. അങ്ങനെ കുറച്ച് പടം. ബാക്കിയൊക്കെ ചെയ്തതൊക്കെ തീർന്നു. കാശും കിട്ടത്തില്ല. അപ്പോൾ കൂടെ 2-3 പേര് തയ്ക്കാനുണ്ടെങ്കിലേ അവർക്കൊക്കെ ശമ്പളം നമ്മൾ കൊടുക്കണം. അപ്പം വീട്ടിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ളൊരു മിടുക്കൊന്നും ഇല്ലായികയുണ്ടായിരുന്നു. നാട്ടിൽ വരും. പിന്നെ മാനേജർമാരിൽ ഒരു മൂഡുണ്ടായിരുന്നത് അവർക്കറിയാം യൂണിയനുണ്ട്, മദ്രാസിലുള്ള ആൾക്കാരെ വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം അല്ലാതെ നമ്മൾ വെച്ചാൽ അവർക്ക് കുറ്റമാണ് അവിടെ നിന്ന്. അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹക്കുറവുണ്ട്. അവൻ വന്നിട്ട് അവൻ അനുഭവിക്കട്ടെ, അവൻ വന്നെങ്കിൽ അവൻ വാങ്ങിച്ചോട്ടെ, അവൻ ആര് വിളിച്ചാൽ അവർ കൊടുത്തോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവം ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് ഇപ്പോഴത് തോന്നുക. അന്ന് അങ്ങനെ കുറേ പിന്നീട് നമ്മുടെ ഇദ്ദേഹമൊക്കെ ആയിരുന്നല്ലോ ലത്തീവ് കേക്ക് ഉള്ള സമയത്തല്ലേ 10 വയസ്സുള്ളപ്പോൾ. അങ്ങനെയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ഡിസൈൻസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പൊ ഭയങ്കരമായിട്ട് ഫാഷൻ അങ്ങനെ വന്നു, ഇത് വന്നു, ആ ഒരു വ്യത്യാസം ഉണ്ടോ? അത് തയ്യലിന്റെ തന്നെ ഒരു മൂല്യ തകർച്ചയിലോട്ട് വരുന്നത് ഒരു കാര്യം കൂടെയാണ്. അന്ന് ശരിക്കും ഒരു ടൈലർ ആയിരുന്നു മിക്കവാറും കോസ്റ്റ്യൂം ഡിസൈൻ. നടരാജനൊക്കെ പോലെ നല്ല തയ്യക്കാരനെ കൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചവർ വന്നാൽ, കാരണം ഇപ്പോഴുള്ള എല്ലാവരും ചെയ്യുന്നത് ഇഷ്ടംപോലെ നമ്മൾ തുണി എടുക്കുന്നതിനേക്കാളും റെഡിമെയ്ഡ് നമ്മൾ കാണാത്ത ഡിസൈനിലേക്ക് കിട്ടും. അത് വാങ്ങിച്ചോണ്ടെന്നാൽ അതിലൊന്ന് സെലക്ട് ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും തയ്യൽക്കാരൻ്റെ സിനിമ ഫിലിം പോയപ്പോഴത്തേക്കും ബാക്കി ടെക്നീഷ്യന്മാരുടെ അവസ്ഥ വന്ന പോലെ തന്നെ എല്ലാത്തിലും ഒരു മൂല്യച്യുതി വന്ന കൂട്ടത്തിൽ അതും വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ചെന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ആ ക്യാരക്ടർ ഇഷ്ടം അനുസരിച്ചെടുക്കാം. പിന്നെ വളരെ ഈസിയാണ്. പിന്നെ സാഹിത്യമാകുന്നല്ലോ സിനിമയിൽ നിന്ന് അപൂർവമായിട്ടല്ലേ നമുക്ക് നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ക്യാരക്ടറിന് വേണ്ടിയതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കണ്ടേ? ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത്രയും അങ്ങനെയുള്ളൊരു കഥാപാത്രവും കിട്ടാറില്ല എന്ന് പറയുന്നു ഒരു സിനിമയിലുവേ. നമ്മൾ അത്രയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കഥാപാത്രങ്ങളും ഉണ്ടാവുന്നില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പം നിറങ്ങളുടെ ഒരു കളിയാണ് മൊത്തം കണ്ണിന് ഒരു രസം. ചേട്ടന് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷെ അത് ആവശ്യമില്ലാത്ത പെയിന്റ് ചെയ്യാറുണ്ട്.
ഇല്ല, പെയിന്റ് ചെയ്യണ കണ്ടോണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ചേട്ടൻ എന്തൊക്കെ ഹോബിയുള്ളേ? വായിക്കലോ? വായിക്കല്, പിന്നെ സമയം ഉണ്ടെങ്കിൽ തയ്ക്കല്, സിനിമ കാണലൊക്കെ തന്നെ. ഓ അത് ശരി. വായിക്കുന്ന തന്നെ ചേട്ടൻ വീട്ടിലെ ലൈബ്രറി അങ്ങനെയൊക്കെ ഉണ്ടോ? കുറച്ച് എവിടെന്നെങ്കിലൊക്കെ ഇപ്പൊ നമുക്ക് വരുന്ന വീക്കിലികളൊക്കെ തന്നെ ഒന്ന് പഠിച്ചു നോക്കാൻ നേരെ കിട്ടത്തുള്ളൂ. നേരെ കടയിലൊക്കെ പോണ്ടേ. അപ്പൊ പിന്നെ ഇടയ്ക്ക് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കും. കുറച്ച് വാങ്ങി വെച്ചത് കുറച്ചുണ്ട്. ചേട്ടാ, ഈ ഞാൻ വർക്ക് ചെയ്ത സമയത്തും അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോവാന്നേലും ഇപ്പോഴാന്നേലും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് എന്നാന്നറിയോ, ചേട്ടനും ചിത്രയേച്ചിയും ദേഷ്യം വരാത്ത വ്യക്തികളായിട്ടാണ്. ഇതുവരെ ഞാനും കണ്ടിട്ടില്ല ചേട്ടൻ ഇതൊരു ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഒരു ഫേസോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ചേട്ടാ അങ്ങനെ ദേഷ്യം വരാറേ ഇല്ലേ? ചേച്ചിയോട് ചോദിക്കാതെ. അപ്പൊ വീട്ടിലുണ്ട് ചേച്ചി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചേച്ചി പറയൂ. എന്നത്തിനാ ചേച്ചി ദേഷ്യപ്പെടുന്നേ? ചേട്ടൻ എന്നാ കാര്യങ്ങൾക്കൊക്കെ ചേട്ടൻ മിണ്ടല്ലേ? ഞാൻ ദേഷ്യപ്പെടാറില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ദേഷ്യം വരില്ല എന്നാ. ചേച്ചി സത്യമാണോ? ദേഷ്യം ചില സമയത്ത് അത് നമ്മളെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കായിരിക്കും. നല്ല ഒച്ച വെച്ച് വർത്താനം പറയോ? നല്ല ഒച്ച വെച്ചായിരിക്കും. അപ്പൊ മോശമല്ല. അപ്പൊ ഞങ്ങളുടെ കേട്ടറിവ് ചുമ്മാതാണ്, തെറ്റിദ്ധാരണയാന്ന് തോന്നുന്നു. പക്ഷെ ചേട്ടൻ ഇൻഡസ്ട്രിയിൽ ആരോടും അങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ടോ ഒന്നുമില്ല. ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ചേട്ടൻ? അപൂർവമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അപകടമാണെന്ന് അറിയാം എനിക്ക് തന്നെ തല്ലുകൊള്ളുന്ന അവസ്ഥയിലോട്ടായി പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതില്ല. ദേഷ്യം വരാതിരുന്ന അത് ഭയങ്കര കുഴപ്പമാണ്. അതിൻ്റെ ആവശ്യം എന്തോന്ന് പിന്നീട് എനിക്ക് തന്നെ അറിയാം. ദേഷ്യപ്പെടണ്ടായിരുന്നു. അങ്ങനെ എന്നാലും ചില സമയത്ത് അങ്ങനെ വന്നു പോകും. കഴിയുന്നത് ഒരു എന്നാ പറയാ, പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയേക്കാം. ബന്ധങ്ങളൊക്കെ പോവില്ലേ? ശരി. അപ്പൊ ഒത്തിരി നമ്മൾ സൂക്ഷിക്കണം. കുറെ കഴിയുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, നമുക്കാണ് മനപ്രയാസം. ശരിയാ. ചേട്ടന് എന്തൊക്കെയാ ചേച്ചി വീട്ടില് ആഹാരം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? രാവിലെ ആണെങ്കിൽ ഇഡലി, സാമ്പാർ. ഈ എന്നാ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണോ ചേട്ടൻ? ഭയങ്കര ആവി പുഴുങ്ങിയതോ അങ്ങനെയൊക്കെയാണോ നോക്കുന്നത്? അങ്ങനെ 3 നേരം ചോറ് കിട്ടിയ വലിയ സന്തോഷം. അല്ല 3 നേരം ചോറ് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളായിട്ടൊന്നും താല്പര്യം അല്ലേ.